രണ്ട് ഭീകരരുടെ കൂടി വീടുകൾ തകർത്തുവെന്നാണ് കശ്മീരിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. പ്രാദേശിക ഭരണകൂടം തുടങ്ങിവെച്ച ഈ വീട് തകർക്കൽ അത് നാട്ടുകാരുടെ സഹായത്തോടെ ഇപ്പോൾ സുരക്ഷാ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ലഷ്കർ ഇ തൊയ്ബ ഭീകരനടക്കമുള്ളവരുടെ വീടുകൾക്ക് നേരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ നിയന്ത്രണ രേഖയിൽ പ്രകോപനം പാകിസ്ഥാൻ തുടരുകയാണ്. പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്നുള്ള വിവരം വീണ്ടും പുറത്തു വരുന്നുണ്ട്. ഇതിനിടെ രണ്ട് വീടുകൾ നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷാ സേന തകർക്കുകയാണ്. ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ്, സാക്കിർ അഹമ്മദ് ഗനി എന്നിവരുടെ വീടുകളാണ് തകർത്തത്. ഇതോടെ ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി തകർത്ത വീടുകളുടെ എണ്ണം 5ആയി. പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ. 13 രാഷ്ട്രത്തലവന്മാരുമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. പഹൽഗാം ആക്രമണത്തിൽ പാക് ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. ആക്രമണത്തെ ഐക്യരാഷ്ട്രസഭാ സുരക്ഷാ കൗൺസിൽ അപലപിച്ചു. രാഗേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുകയാണ്. രാകേഷ്, ഈ പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത് ഈ ഭീകരരുടെ വീടുകൾ, പ്രാദേശിക ഭരണകൂടം, ഒപ്പം നാട്ടുകാരുടെ സഹകരണം. നമുക്കറിയാം, ഇന്നലെയൊക്കെ സംസാരിച്ച ഈ ആക്രമണത്തിൽ പങ്കെടുത്ത ആളുകളുടെ നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഒരു തരത്തിലും ഇവരോട് യോജിക്കുന്നില്ല. ഇവരുടെ വീടുകൾ തകർക്കുകയാണ്. 5 വീടുകളാണ് ഇതിനകം തകർത്തത്. ഇന്നത്തെ ഇതുമായി ബന്ധപ്പെട്ട പുതിയ നടപടി എന്താണ്? രഞ്ജിത്ത്, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഭീകരർക്കെതിരായ നടപടി ശക്തമാക്കുകയാണ് ഇന്ത്യ. ഇന്നലെ 3 ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു. ഇന്നിപ്പോൾ 2 വീടുകൾ കൂടി തകർത്തു എന്നാണ് ഇപ്പോൾ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതിലൊന്ന് ഷാഹിദ് അഹമ്മദും ഒപ്പം തന്നെ സാക്കിർ അഹമ്മദ് ഗനി, ഈ 2 ഭീകരരുടെ വീടുകളാണ് തകർത്തത്. ഷാഹിദ് അഹമ്മദ് ലഷ്കർ കമാൻഡറാണ്. ഷോപ്പിയാനിലെ ചോട്ടിപ്പാറ സ്വദേശിയാണ്. ഈ ചോട്ടിപ്പാറയിലുള്ള വീടാണ് തകർത്തിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായി ഭീകരപ്രവർത്തനങ്ങളിൽ സജീവമാണ്. ഒപ്പം തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് ഇയാൾ വഹിക്കുന്നു എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേന അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വീട് ഇപ്പോൾ തകർത്തിരിക്കുകയാണ്. മറ്റൊന്ന് സാക്കിർ അഹമ്മദ് ഗനിയാണ്. അത് കുൽഗാമിലെ മതൽഹാമയിലുള്ള വീടാണ് ഇപ്പോൾ അധികൃതരും ഒപ്പം തന്നെ സുരക്ഷാ സേനയും ചേർന്ന് തകർത്തിരിക്കുന്നത്. സാക്കിർ അഹമ്മദ് ഗനിക്ക് പഹൽഗാം ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് സുരക്ഷാ സേന അധികൃതർ സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 പേരുടെ വീടുകൾ തകർത്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 3 ഭീകരരുടെ വീടുകളാണ് തകർത്തിരുന്നത്. അതിലൊന്ന് ലഷ്കർ കമാൻഡറായ ആദിൽ ഹുസൈൻ തോക്കറിന്റെ ബിജ്ബഹറയിലുള്ള വീടാണ് തകർത്തിരുന്നത്. ഒപ്പം തന്നെ ആസിഫ് ഷെയ്ഖിന്റെ ട്രാളിലുള്ള വീടും തകർത്തിരുന്നു. ഇതുകൂടാതെ മറ്റൊരു ഭീകരന്റെ വീട് കൂടി ഇന്നലെ ഏറെ വൈകി തകർത്തിരുന്നു. അത് അങ്ങനെ 5 ഭീകരരുടെ വീടുകൾ തകർത്തിരിക്കുന്നു. അപ്പോൾ സുരക്ഷാ സേന ഇത്തരത്തിൽ ഭീകരവിരുദ്ധ നടപടികളുമായി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മറുവശത്ത് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം തുടരുന്നുണ്ട്. കാരണം ഈ ആക്രമണം ഭീകരരുടെ വീടുകളാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ 2 വീടുകൾ കൂടിയാകുമ്പോൾ മൊത്തം 5 ഭീകരരുടെ വീടുകളാണ് തകർത്തിരിക്കുന്നത്. ഭീകരർക്ക്, പ്രാദേശികരായ പ്രദേശവാസികളായ ഭീകരർക്ക് ഈ പാകിസ്ഥാന്റെയും ലഷ്കറിന്റെയും ഒക്കെ പ്രലോഭനത്തിൽപ്പെട്ട് ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് തിരിയുന്നവർക്ക് നൽകുന്ന കൃത്യമായ തിരിച്ചടി, അത് അവരുടെ വീടുകൾ പൂർണ്ണമായും തകർത്തുകൊണ്ട് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടാണ് നമ്മുടെ സുരക്ഷാ സേന മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിനോട് ചേർത്ത് വെക്കണം. കാരണം ഇന്നലെ ഈ വീടുകൾ തകർത്തപ്പോൾ സമീപത്തെ പ്രദേശവാസികളായ നിരപരാധികളായ ആളുകളുടെ വീടുകൾക്കും ചില കേടുപാടുകളൊക്കെ സംഭവിച്ചിരുന്നു. പക്ഷെ അതിനെയും അവർ പിന്തുണയ്ക്കുകയാണ് ചെയ്തത്, പ്രദേശവാസികൾ. കാരണം ഇത്തരക്കാരെ വെച്ചു പൊറിപ്പിക്കരുത് എന്ന വികാരം അത്തരത്തിൽ അവിടെ ഉയർന്ന പശ്ചാത്തലം കൂടി നമ്മൾ ചേർത്ത് വെക്കണം. കാരണം ഇത്തരത്തിൽ സമാധാനമായി ജീവിച്ചിരുന്ന, ടൂറിസം രംഗത്തൊക്കെ ഒരു വലിയ കുതിച്ചുചാട്ടം സംഭവിച്ചിരുന്ന ആ മേഖലയിൽ അതുകൊണ്ട് ജീവിച്ചിരുന്ന വലിയൊരു ജനവിഭാഗത്തിന്റെ നിത്യദാന ചെലവുകൾക്ക് നേരെയാണ് ഇപ്പോൾ വലിയ തിരിച്ചടി സംഭവിച്ചിരിക്കുന്നത്. വിനോദസഞ്ചാരികളുടെ എണ്ണം കുറയുന്നതൊക്കെ അവരെ എത്രത്തോളം ബാധിക്കുമെന്നുള്ളതാണ് പ്രധാനം. ഇവരിൽ ഏതാണ്ട് 99% ആളുകളും ഈ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരല്ല. അതുകൊണ്ട് തന്നെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഇത്തരം നടപടികൾ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായുള്ളത്. നേരത്തെ ഷാഹിദ് അഹമ്മദിന്റെയും സാക്കിർ അഹമ്മദിന്റെയും ഭീകരരായ സാക്കിർ അഹമ്മദിന്റെയും വീടുകളാണ് സുരക്ഷാ സേന തകർത്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാകേഷ്, തുടരാം. രാകേഷ്, തുടരാം.
രഞ്ജിത്ത്, അങ്ങനെ 5 ഭീകരരുടെ വീടുകൾ ഇപ്പോൾ ഇതിനോടകം തന്നെ തകർത്തിരിക്കുന്നു. കാരണം ഇന്നലെ 3 ഭീകരരുടെ വീടുകൾ തകർത്ത ഒരു ശക്തമായ മുന്നറിയിപ്പ് സുരക്ഷാ സേനയും അധികൃതരുമൊക്കെ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ ആ നടപടി, ഏതായാലും ഭീകരവിരുദ്ധ നടപടി ഈ ഘട്ടത്തിലും തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായ പുറത്തു വന്ന പ്രകാരം 2 പേരുടെ വീടുകൾ കൂടി തകർത്തിരിക്കുന്നു. അതിലൊന്ന് ലഷ്കർ കമാൻഡറായ ഷാഹിദ് അഹമ്മദിന്റെയാണ്, മറ്റൊന്ന് സാക്കിർ അഹമ്മദ് ഗനി. ഈ സാക്കിർ അഹമ്മദ് ഗനിയുടെ വീട് കുൽഗാമിലാണ്. കുൽഗാമിൽ മതൽഹാമയിലുള്ള വീടാണ് തകർത്തിരിക്കുന്നത്. ഇയാൾക്ക് ഈ ആക്രമണത്തിൽ, അതായത് 22-ാം തീയതി നടന്ന 26 പേർ കൊല്ലപ്പെട്ട ആക്രമണത്തിൽ പങ്കുണ്ട് എന്ന് സംശയിക്കുന്ന ആൾ കൂടിയാണ് സാക്കിർ അഹമ്മദ് ഗനി. അപ്പോൾ സാക്കിർ രാകേഷ് തുടരുക. ഇപ്പോൾ കേണൽ എസ് ദിന്നി നമ്മോടൊപ്പം ചേരുകയാണ്. ദിന്നി, ഇത് ഒരു ഭീകരർക്ക്, പ്രദേശവാസികളായ ഭീകരർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ തിരിച്ചടി അത് അവിടെ സംഭവിക്കുകയാണ്. ഇന്നിപ്പോൾ 2 ഭീകരരുടെ വീടുകൾ കൂടി തകർക്കുമ്പോൾ മൊത്തം 5 പേരുടെ വീടുകൾ പൂർണ്ണമായും ഇല്ലാതാക്കിയിരിക്കുന്നു സുരക്ഷാ സേന. തീർച്ചയായിട്ടും അത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിപ്പം ഈ കശ്മീരിലെ ഒരു ജനവികാരം ഉണ്ട്. ഇപ്പം ആ കശ്മീരിലെ ജനവികാരം ഈ ഭീകരവാദികൾ ചെയ്തത് അങ്ങേയറ്റ ക്രൂരമായിട്ടുള്ള ഒരു നടപടിയാണെന്നുള്ള അവർക്ക് നന്നായിട്ട് അറിയാം. കാരണം ഈ നിരപരാധിയായിട്ടുള്ള ആളുകളെ കൊല്ലുക മാത്രമല്ല, അവരുടെ തൊഴിലെ ഇത് നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഭീകരരുടെ വീടുകൾ തകർക്കുക എന്നുള്ളത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ സെക്യൂരിറ്റി ഫോഴ്സസ് ഒക്കെ ചെയ്യുന്ന അതിന് പിന്തുണ വലിയ രീതിയിലുള്ള അവിടുത്തെ ലോക്കൽസ് തന്നെ ഉണ്ട്. കാരണം ഇവരുടെ ഈ ആളുകളുടെ കാരണമാണ് അവരുടെ ജീവൻ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നുള്ളൊരു തോന്നലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു തിരിച്ചടി തന്നെയാണ്. ഇനി ഇങ്ങനെ ഈ രീതിയിലുള്ള ആരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ അതിന് വലിയ ഒരു വില കൊടുക്കേണ്ടി വരുമെന്നും അവർക്കും അറിയാം. അപ്പൊ അവരുടെ കുടുംബങ്ങളും മറ്റുള്ളവരൊന്നും ഇതുപോലത്തെ കാര്യങ്ങളിലേക്ക്, അഥവാ അവരുടെ കുട്ടികൾ ആരെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അതിന് തടയാനും ഇതൊരു ഒരു ഒരു വാർണിംഗ് എന്നുള്ള രീതിയിലേക്ക് ആയിരിക്കും അവിടുത്തെ ആളുകൾ ഇത് കാണുക. ഈ പ്രകോപനം അതിർത്തിയിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ പാക് സേന. കാരണം തുടർച്ചയായി ഇപ്പോൾ വെടിവെപ്പുകൾ സംഭവിക്കുന്നുണ്ട്. ഇന്ത്യൻ സേന തക്കതായ തിരിച്ചടി കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും എന്തായിരിക്കും അവരുടെ ലക്ഷ്യം? കാരണം വലിയ തോതിൽ ലോകരാഷ്ട്രങ്ങളുടെ ഒരു എതിർപ്പ് അല്ലെങ്കിൽ തെളിവുകളടക്കം ഇന്ത്യ കൈമാറിയ പശ്ചാത്തലമുണ്ട്. ഇതിനിടയിലാണ് വീണ്ടും പ്രകോപനപരമായ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പാകിസ്ഥാൻ ആകപ്പാടെ അമ്പരന്നിരിക്കുകയാണോ? അതെ 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 അത് തന്നെയാണ്. ആക്ച്വലി ഞാൻ ഇതിനെ കാണുന്ന കുറച്ച് വേറൊരു രീതിയിലാണ്. അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ നമ്മൾ നല്ല രീതിയിൽ അവിടെ അടി കൊടുക്കുന്നുണ്ട് അവർക്ക്. അപ്പൊ അതിന്റെ ഒരു ബദലായിട്ട് അവർ പിടിച്ചു നിൽക്കാൻ വേണ്ടി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ട് ന്യൂസാണ് നമുക്ക് ഇപ്പം കിട്ടുന്നത്. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യം ആക്ച്വലി നമ്മൾ പുറത്തോട്ട് വരാത്ത, നമ്മൾ നല്ല രീതിയിൽ ലൈൻ ഓഫ് കൺട്രോളിൽ പല സ്ഥലങ്ങളിലും നമ്മൾ നല്ല രീതിയിൽ അവരുടെ ഈ ഹൈ കാലിബർ ആയിട്ടുള്ള ചില വെപ്പൺസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് ലൈൻ ഓഫ് കൺട്രോളിന്റെ ഒരു എന്താ പറഞ്ഞാൽ അത് എപ്പോഴും നടക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് അവിടെ കൊടുക്കേണ്ട കാര്യം അവിടെ തന്നെ നമ്മൾ അത് കൊടുക്കുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവർക്ക് ഒരു ഭയമുണ്ട്. അവർക്ക് നന്നായിട്ട് അറിയാം അവർക്ക് തിരിച്ചടി കിട്ടുമെന്ന്. അതുകൊണ്ടാണ് അവർ ലൈൻ ഓഫ് കൺട്രോളിൽ നിന്നുള്ള എല്ലാ ആളുകളടുത്തും അവിടുത്തെ നാട്ടുകാരടുത്തും അവിടുത്തെ പിന്മാറണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എപ്പോഴാണ് എവിടാണ് അടി കിട്ടുന്നത് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയേണ്ടുള്ളത്. പക്ഷെ തീർച്ചയായിട്ടും പാകിസ്ഥാന്റെ ഓരോ നടപടി കണ്ടാലും, അത് അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്ററിന്റെ സ്റ്റേറ്റ്മെന്റ് ആയാലും ശരി, താഴെ ലെവലിലുള്ള സൈനികരായാലും ശരി, അവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ സാധാരണക്കാരായ പാകിസ്ഥാനികളുടെ അവരുടെ പല റിപ്പോർട്ട്സും ഞാൻ വായിക്കായിരുന്നു. അവർക്കും വലിയ ആശങ്കയുണ്ട്. ഓൾറെഡി തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയാണ് പാകിസ്ഥാനിൽ. ഇങ്ങനത്തെ എന്തെങ്കിലും കൂടെ വന്നു കഴിഞ്ഞാൽ അവരിനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള വലിയൊരു ചോദ്യം അവരുടെ സർക്കാരും മറ്റു ആളുകൾക്കൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അങ്ങ് പറഞ്ഞ പോലെ പാകിസ്ഥാനുള്ളിൽ വലിയൊരു ഭയവും ആശങ്കയും ഒരു എന്താണ് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് ഏറ്റവും മുകളിലെ ലെവൽ തൊട്ട് ഏറ്റവും താഴെ ലെവൽ വരെ ഉള്ളത്. തീർച്ചയായും നന്ദി ശ്രീ കേണൽ ഡിന്നി, ഈ വിഷയത്തിൽ താങ്കളുടെ പ്രതികരണത്തിന്. ഏതായാലും